ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്, അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. പിന്നെ ഇന്ന് ഒത്തിരി നാൾ കൂടിയാണ് അല്ലേ, നമ്മുടെ ശബരിമല സീസൺ വരികയാണല്ലേ. അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് ഭക്തജനങ്ങളെല്ലാം വ്രതമെടുത്ത് പോകുന്ന വൃശ്ചികം 1 ഇന്ന്. വൃശ്ചികം 1 തീയതിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. വൃശ്ചികം 1 തീയതി എല്ലാ അമ്പലങ്ങളിലും പ്രത്യേക പൂജ, അതുപോലെ തന്നെ അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ പ്രത്യേക പൂജ, അതുപോലെ ആളുകളെല്ലാം ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിടുന്ന ഒരു പുണ്യമാസമാണ് നമ്മുടെ വൃശ്ചിക മാസം. ആ വൃശ്ചിക മാസത്തിലെ 1 തീയതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ശാസ്താംപാട്ട് കേൾക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് ശാസ്താംപാട്ട്. അത് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പം ശബരിമല അയ്യപ്പസ്വാമിയെ കാണാനായിട്ടുള്ള ഭാഗ്യം സിദ്ധിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ 41 ദിവസം നൊയമ്പെടുത്താണ് ശബരിമലയ്ക്ക് പോയിരുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോരുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെല്ലാം തലേ ദിവസം തന്നെ എല്ലാം അടിച്ചു വാരി തൂത്ത് പഴയ തുണികൾ സാധനങ്ങളെല്ലാം കത്തിച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മാലയിടുന്നത്. ഇപ്പോൾ അതിനൊന്നുമുള്ള സൗകര്യങ്ങളില്ല, തോടുകളോ കുളങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന തുണികളെല്ലാം വൃത്തിയാക്കി മുക്കിപ്പെറുക്കിയാണ് ശബരിമലയ്ക്ക് മാലയിടുന്നത്. ശബരിമലയ്ക്ക് മാലയിട്ടാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി തൊഴണം. അതുപോലെ തന്നെ വൈകുന്നേരം സന്ധ്യവിളക്ക് കൊളുത്തി നമ്മുടെ വീട്ടിൽ നാമം ജപിക്കണം, സ്വാമിയുടെ കീർത്തനങ്ങൾ ആലപിക്കണം. ഇങ്ങനെയൊക്കെയാണ് പണ്ട് മുതൽ ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാം ഒരു വഴിപാടായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും വൃശ്ചിക മാസത്തിൽ എല്ലാവർക്കും ശബരിമലയ്ക്ക് പോകുന്നത് വളരെയേറെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പണ്ടത്തെ അത്രയും ഇപ്പം ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ശബരിമലയ്ക്ക് ഞാൻ 7 വയസ്സിൽ മല ചവിട്ടിച്ച സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, കല്ലും മലയും ഭയങ്കര കാടും 2 സൈഡിൽ, അതുപോലെ തന്നെ കല്ലുകളിലെല്ലാം പിടിച്ച് നടന്നാണ് ഞാൻ പോയത്. എന്നിട്ട് പോലും 18-ാം പടി കയറിയപ്പോൾ എൻ്റെ അച്ഛനാണ് എൻ്റെ കെട്ട് പിടിച്ചത്. എന്നിട്ട് ഞാൻ എൻ്റെ കാലിൻ്റെ കണങ്കാലി ചെറുതായിട്ടൊന്നും ഇതായി. അപ്പോൾ അയ്യപ്പസ്വാമിയെ വിളിക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് അച്ഛൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ സ്വാമിയെ വിളിച്ച് ഞാൻ 18-ാം പടി കയറി. പക്ഷേ കേട്ടൻ്റെ അച്ഛനാണ് പിടിച്ചത് കേട്ടോ. അങ്ങനെ ഇനി എനിക്ക് 60-ാമത്തെ വയസ്സിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് വൃശ്ചികം 1-ൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ അയ്യപ്പസ്വാമിയെ കാണാനുള്ള തയ്യാറെടുപ്പിൻ്റെ ആദ്യത്തെ നാളാണ് വൃശ്ചിക മാസം 1 തീയതി. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ ഒരു പാട്ടും കൂടി നിങ്ങൾക്കായിട്ട് ഞാൻ ഈ സമയത്ത് ഷെയർ ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു നമ്മുടെ ബേബി സുമതി പണ്ട് ഒരു സിനിമയിൽ പാടിയ പാട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു 4-5 ലൈൻ പാടാം. ഒരുപാട് നേരം പാടിയാലും ഒത്തിരി സമയമാവത്തില്ല, അതുകൊണ്ട് ഞാൻ 2 വരി പാടാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. അന്നൊക്കെ കൊച്ചിലെ ഞാനും പാടുമായിരുന്നു. തേടി വരും കണ്ണുകളിലോടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കൂടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി, അയ്യപ്പസ്വാമി 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 അയ്യപ്പസ്വാമി. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീമുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പസ്വാമി. കാലവും നീ, പ്രകൃതിയും നീ, കാരണവും നീ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നേൻ അയ്യപ്പസ്വാമി, അഭയമയ്യപ്പസ്വാമി, അയ്യപ്പസ്വാമി, അഭയമയ്യപ്പസ്വാമി. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എൻ്റെ വീട്ടിലൊരു കൊച്ചനുജന കൂടെ വരില്ലേ. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എൻ്റെ വീട്ടിലൊരു കൊച്ചനുജന കൂടെ വരില്ലേ. ആറ്റുനോറ്റു നിന്തിരുനട ഞങ്ങൾ വരുന്നേ,
എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ. അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി. ഓക്കെ കൂട്ടുകാരെ, അപ്പം ഇന്ന് എല്ലാവർക്കും വൃശ്ചികമാസത്തിലെ സ്വാമിയുടെ അടുത്ത് പോകാനുള്ള ഭാഗ്യം എല്ലാവർക്കും സിദ്ധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.